രാജ്യത്തിന്റെ സമ്പദ്വ്യവസ്ഥയിൽ നിർണായക പങ്ക് വഹിക്കുന്നവരാണ് പ്രവാസികൾ. ഇന്ത്യയിലേക്ക് എത്തുന്ന വിദേശ നാണ്യത്തിന്റെ വലിയൊരു പങ്കും പ്രവാസികൾ നാട്ടിലേക്ക് അയക്കുന്ന പണമാണ്. മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് കേരളത്തിന്റെ മാത്രം കണക്കെടുക്കുകയാണെങ്കിൽ വിദേശത്തു നിന്നും വരുന്ന പണത്തിന്റെ ശതമാനത്തിലും പ്രാധാന്യത്തിലും വർധനമുണ്ട്. അതേസമയം പ്രവാസികൾ ഇന്ത്യയിലേക്ക് പണം അയക്കുന്നതിൽ കുറവ് വന്നിരിക്കുന്നുവെന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ലോകബാങ്കിന്റെ 40ാമത് മൈഗ്രേഷൻ ആൻഡ് ഡെവലപ്മെന്റ് ബ്രീഫ് അനുസരിച്ച് യുഎഇയിൽ നിന്നുള്ള പണമടയ്ക്കൽ കഴിഞ്ഞ വർഷം ഏകദേശം 3% കുറഞ്ഞുവെന്നാണ് റിപ്പോർട്ട്. ഇന്ത്യയിലേക്ക് എന്ന് പറയുമ്പോൾ കേരളത്തിലേക്കാണ് യുഎഇയിൽ നിന്നുള്ള പണമൊഴുക്കിന്റെ പ്രധാന ഭാഗവും വരുന്നത്. അതുകൊണ്ട് തന്നെ പ്രത്യക്ഷത്തിൽ കേരള സമ്പദ്വ്യവസ്ഥയെയും ഇത് ബാധിക്കും. കഴിഞ്ഞ വർഷത്തെ 39.67 ബില്യൺ ഡോളറുമായി അപേക്ഷിച്ച് ഈ വർഷം 38.5 ബില്യൺ ഡോളറായിട്ടാണ് പണം അയക്കൽ കുറഞ്ഞത്. 2019 യുഎഇയിൽ നിന്നും ഇന്ത്യയിലേക്ക് അയച്ചത് 52.88 ബില്യൺ ഡോളറായിരുന്നു. അതായത് കഴിഞ്ഞ 4 വർഷമായി യുഎഇയിൽ നിന്നും ഇന്ത്യയിലേക്ക് അയക്കുന്ന പണത്തിന്റെ അളവിൽ തുടർച്ചയായി കുറവുണ്ടാകുന്നതായും വിവരം കാണിക്കുന്നുണ്ട് എന്നർത്ഥം. കോവിഡിന് ശേഷമുള്ള പുതിയ കുടുംബങ്ങളെ കൊണ്ടുവരുന്ന പ്രവണത വർദ്ധിച്ചതും പണമയക്കൽ കുറഞ്ഞതിന് കാരണങ്ങളായിട്ടുണ്ട്. കുടുംബങ്ങളെ കൊണ്ടുവരുന്നത് മാതൃരാജ്യങ്ങളിലേക്ക് പണം അയക്കുന്നത് കുറയാൻ ഇടയാക്കും. ഇത് ഇന്ത്യയിലേക്ക് മാത്രമല്ല പാകിസ്ഥാനിലേക്കും ചില വടക്കേ ആഫ്രിക്കൻ രാജ്യങ്ങളിലേക്കും പണമടയ്ക്കുന്നതിന് പ്രതികൂലമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്നും ലോകബാങ്ക് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതേസമയം തന്നെ നിലവിലെ സ്ഥിതിയിൽ നിന്നും 4% വളർച്ച അടുത്ത മാസം ഉണ്ടായേക്കാമെന്നും ലോകബാങ്ക് പ്രവചിക്കുന്നുണ്ട്. കോവിഡിന് ശേഷമാണ് പ്രവാസികളുടെ പണം അയക്കലിൽ കുറവ് രേഖപ്പെടുത്തി തുടങ്ങിയത്. സൗദി അറേബ്യയിൽ നിന്നും മറ്റ് രാജ്യങ്ങളിലേക്ക് പണം അയക്കുന്നതിൽ കുറവുണ്ടായിട്ടുണ്ട്. ഗൾഫ് രാജ്യങ്ങളുടെ ആകെ കണക്കെടുത്താൽ 13% കുറവാണ് 2022 അപേക്ഷിച്ച് 2023 ഉണ്ടായിരിക്കുന്നത്. 2023 പ്രവാസികളിൽ നിന്ന് ഏറ്റവും കൂടുതൽ പണം എത്തിയത് ഇന്ത്യയിലേക്കാണെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. മെക്സിക്കോയ്ക്ക് 66 ബില്യൺ, ചൈന 50 ബില്യൺ, ഫിലിപ്പീൻസ് 39 ബില്യൺ, പാകിസ്ഥാൻ 27 ബില്യൺ. 120 ബില്യൺ ഡോളർ തുകയാണ് ലോകമെമ്പാടുമുള്ള പ്രവാസികൾ ഇന്ത്യയിലേക്ക് അയച്ചത്. മെക്സിക്കോ 66 ബില്യൺ, ചൈന 50 ബില്യൺ, ഫിലിപ്പീൻസ് 39 ബില്യൺ, പാകിസ്ഥാൻ 27 ബില്യൺ എന്നിവരാണ് തുടർന്നുള്ള സ്ഥാനങ്ങളിലുള്ളത്. അതേസമയം മലയാളി പ്രവാസികൾ 2023 നാട്ടിലേക്ക് അയച്ചത് 2,16,893 കോടി രൂപയാണെന്നുള്ള കണക്കുകൾ നേരത്തെ കേരള മൈഗ്രേഷൻ സർവേ റിപ്പോർട്ട് പുറത്തുവിട്ടിരുന്നു. 2018 കേരള മൈഗ്രേഷൻ സർവേ റിപ്പോർട്ടിൽ 85,092 കോടി രൂപയായിരുന്നു നാട്ടിലേക്ക് എത്തുന്ന ആകെ NRI പണമായി കണ്ടെത്തിയിരുന്നതെങ്കിൽ 5 വർഷത്തിനിപ്പുറം അതിൽ 154.9% വർധനവ് ഉണ്ടായിരുന്നതാണ് സർവേ റിപ്പോർട്ടിൽ പറയുന്നത്. പ്രവാസികൾ അവരുടെ കേരളത്തിലെ വീടുകളിലേക്ക് അയക്കുന്ന പണത്തിലും ഗണ്യമായ വർധനവ് 2023 കാണിക്കുന്നുണ്ട്. 37,058 കോടി രൂപ അയച്ചതായാണ് സർവേ സൂചിപ്പിക്കുന്നത്. രാജ്യത്തിന്റെ NRI നിക്ഷേപങ്ങളിൽ 21% വിഹിതം കേരളത്തിന്റേതാണ്. 2019 മുതൽ ഈ കണക്കിൽ സ്ഥിരത കാണിക്കുന്നതായും കേരള മൈഗ്രേഷൻ റിപ്പോർട്ട് അവകാശപ്പെടുന്നുണ്ട്.